ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, രാവിലെ നല്ല മഴയുള്ള ദിവസം ട്ടോ. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. റബീഉൽ അവ്വൽ 12 ആണല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ ഇവിടെയുള്ള വീടുകളിലൊക്കെ ലൈറ്റുകളും തോരണങ്ങളൊക്കെ കൊണ്ട് അലങ്കരിക്കും കേട്ടോ. ഈ പ്രാവശ്യം നമ്മളെ വീട്ടിൽ അലങ്കരിച്ച ലൈറ്റ് വെച്ചാൽ ഈ ഒരു ടൈപ്സിലുള്ള ബൾബാണ്. അതുകൊണ്ട് തന്നെ നല്ല മനോഹരമായിട്ട് അതിങ്ങനെ നിരവധി കളേഴ്സിലുള്ള പ്രകാശങ്ങൾ ഇങ്ങനെ വഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും സാധാരണ രീതിയിൽ എന്നും ഞാൻ റബീഉൽ അവ്വൽ 12 ആകുമ്പോൾ എൻ്റെ നാട് പുതുപ്പറമ്പ് വീട്ടിൽ ഞാൻ എത്താറുണ്ട്. അപ്പോൾ അതേപോലെ ഇന്നലെ എത്തിയിരുന്നു. ഞാൻ ഒരു വീഡിയോ വിട്ടിരുന്നല്ലോ. അതെന്താ അറിയില്ല, ഭയങ്കര ഒരു സന്തോഷമാണ്. സാധാരണ രീതിയിൽ റബീഉൽ അവ്വൽ 12-നാണ് ഇവിടെ ഘോഷയാത്രയ്ക്ക് ഉണ്ടാവാറുള്ളത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് നാളെയാണ്, പലയിടത്തും നാളെ തന്നെയാണല്ലോ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഞങ്ങൾ ഉണർന്നു വരുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ കുട്ടികളൊക്കെ എണീറ്റ് എത്തുന്ന ആ ഒരു സമയത്ത് ഉപ്പ വരുന്നൊരു രംഗമുണ്ട്. അതായത് പള്ളിയിൽ പോയിട്ട് മൗലിദ് പാരായണവും എല്ലാം കഴിഞ്ഞ് ഉപ്പ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷകരമായൊരു കാര്യം എപ്പോഴും ഉണ്ടാവട്ടെ. ഇന്നും അതുപോലെ തന്നെ ആ ഒരു കാഴ്ച ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ എന്താ നമുക്കൊന്ന് പോയി നോക്കാം. എന്ത് കിട്ടിയാലും ഉപ്പ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ എത്തിക്കൂട്ടോ. അപ്പോൾ ആ ഒരു രംഗം ഇന്നും ഇവിടെ ഞാൻ ഈ ടേബിളിൽ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. പള്ളിയിൽ നിന്ന് എന്തായാലും രാവിലെ മൗലിദ് പാരായണത്തിന് പങ്കെടുക്കുന്നവർക്കുള്ള പൊറോട്ടോ കറി ഇതൊക്കെ കൊടുക്കുമല്ലോ. അതുപ്പ വീട്ടിലേക്ക് കൊണ്ടുവന്നതാ ഇതുപോലുള്ള ചെറിയ പീസാക്കിയിട്ട് എല്ലാ മക്കൾക്കും ഓരോ പീസ് എത്തുന്ന രീതിയിൽ കട്ട് ചെയ്ത് വെക്കും. അങ്ങനെ എല്ലാവർക്കും ഓരോ കഷ്ണം ബർക്കത്തിന് എന്നുള്ള രീതി. അതുപോലെ തന്നെ നല്ല ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഞാനതിപ്പോൾ വീഡിയോ എടുത്തിട്ട് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെ ഉണ്ടാവാറുള്ളത്. അതിപ്പോൾ എന്ത് സാധനം സ്വീറ്റ് ആയാലും എന്തൊക്കെ തന്നെ. ഇപ്പം ഇന്നിപ്പോൾ രാവിലെ പുലർച്ചെ അവിടുന്ന് പള്ളിയിൽ നിന്ന് കിട്ടിയ പൊറോട്ട അതുപോലെ കറി അതാണ് കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും എണീറ്റ് വന്നിട്ട് കുറച്ച് കറിയെ കൂട്ടി ഓരോ പീസ് കഴിച്ചാൽ അതൊരു വർക്കത്തുമാണ്. നമ്മളെ വിശ്വാസം അങ്ങനെയാണല്ലോ. ഒരു സന്തോഷമാണല്ലോ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ ഒരു മൗലിദ് പാരായണം നമ്മളിങ്ങനെ ചൊല്ലിയിട്ട് അതിൻ്റെ ഒരു ശേഷമുള്ള ഒരു ഫുഡ് ഞങ്ങളൊരു ബർക്കത്തായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. എന്തൊക്കെ തന്നെയാലും ഇപ്രാവശ്യം ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. സാധാരണ രീതിയിൽ കറിയൊക്കെ മിക്സ് ആക്കിയൊരു പ്ലേറ്റിലാണ്, പക്ഷേ ഇപ്രാവശ്യം രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ആവശ്യത്തിന് കറിയൊക്കെ ഒഴിച്ച് കഴിക്കാം എന്നുള്ള രീതിയിലായിരിക്കും. എന്നാലും എന്തെന്നറിയില്ല, നമ്മൾ ഹോട്ടലിൽ എന്തൊക്കെ തന്നെ പൊറോട്ട എന്നൊക്കെ വാങ്ങി കഴിക്കുകയാണെങ്കിലും പള്ളിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പം ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നു മാത്രം. എന്തൊക്കെ തന്നെയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെ തന്നെയായാലും എന്ത് കിട്ടുകയാണെങ്കിലും ഉപ്പാക്ക് അങ്ങോട്ട് കഴിക്കാൻ തോന്നൂല. മക്കളെ വിചാരിച്ചിട്ട് മക്കൾക്ക് അതുകൊണ്ട് എത്തിക്കിട്ടോ. അതാണ് ഉപ്പാൻ്റെ ഒരു ശീലം. ഇതുവരെയായിട്ട് അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഉപ്പ കഴിക്കുകയാണെങ്കിൽ തന്നെ അതുപോലെ മക്കൾക്കും കൊണ്ടുവരും. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം എന്തും അങ്ങനെ തന്നെ. ഒരു പായസമാണെങ്കിൽ പോലും ഉപ്പ അത് ആ ഒരു കുറച്ച് കഴിച്ചിട്ട് അത് മക്കൾക്ക് ബാക്കിയുള്ളത് എല്ലാവർക്കും ഒരുപോലെ, മക്കൾ പേരക്കുട്ടികൾ, ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയ മക്കൾക്ക്, എന്നെപ്പോലുള്ള വലിയ മക്കൾക്ക് കൂടി അത് എത്തിക്കും എന്നുള്ളതാണ് ഉപ്പാൻ്റെ ഒരു പ്രത്യേകത. എന്തൊക്കെ തന്നെ ഇനി മദ്രസിൽ മൗലിദ് പാരായണം ഉണ്ട് കേട്ടോ. 7:30 ഞങ്ങളെ മദ്രസയിൽ സമസ്ത നമ്പർ 1 മദ്രസ ബയാനുൽ ഇസ്ലാം മദ്രസ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു മദ്രസയിൽ 7:30 7:30 7 മണിക്കൊക്കെ അറിയില്ല മൗലിദ് പാരായണം ഉണ്ടാകും. ഇനി അതിനു വേണ്ടി പോകാൻ വേണ്ടി ഉപ്പ തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്തൊക്കെ പലർക്കും മൗലിദ് പാരായണം അല്ലെങ്കിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയാന്നൊക്കെ വെച്ചാൽ ഭയങ്കര ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ ഹബീബിനെ നമ്മൾ സ്നേഹിക്കണം എന്നുള്ളത്. നമുക്ക് ഈ ഒരു ലോകത്ത് പ്രകാശം പരത്തിയത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോട് കൂടിയാണല്ലേ. ഒരുപാട് പെൺകുട്ടികളൊക്കെ കുഴിച്ചു മൂടുന്ന കാലമായിരുന്നു ഒരു കാലത്ത്. അതൊക്കെ ഇല്ലാതാക്കിയത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോട് കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുനിന്ന് പെൺകുട്ടികളെ ഉണ്ടാവുമായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടത്തൊക്കെ ഒരുവിധം വീടുകളിലും കടകളിലൊക്കെ ആയിട്ട് എല്ലായിടത്തും ഇങ്ങനത്തെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ തൂക്കി ഇവിടെ ഒരു വിധ സ്ഥലത്തൊക്കെ ഞാൻ കണ്ടുട്ടോ. പക്ഷേ
ചില ഭാഗത്ത് കൂടുതലായിട്ട് കണ്ടു, ചില ഭാഗത്ത് തീരെ ഇല്ലാത്തതും കണ്ടു. ഇവിടെ ഒരുവിധം വീടുകളിലൊക്കെ ഈ ഒരു ടൈപ്സ് സംഭവങ്ങൾ, മാല പോലുള്ള ലൈറ്റ് കാര്യങ്ങൾ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്, നമുക്കൊരു സന്തോഷമാണല്ലോ ഇതൊക്കെ കാണുമ്പോൾ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജന്നത്തിൽ നമ്മൾ സന്തോഷിക്കാതെ പിന്നെ ആരതിൽ സന്തോഷിച്ചിട്ട് കാര്യം എന്താ? മക്കളുടെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട്, പക്ഷേ അതൊന്നും അല്ലല്ലോ. അതിനേക്കാൾ എത്രയോ നമുക്ക് നമ്മുടെ മനസ്സിൽ ഹബീബിനോടുള്ളൊരു ഇഷ്ടം ഉണ്ടാവുന്നത് ഈ ഒരു റബീഉൽ അവ്വൽ പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. നബിദിൻ പണ്ടൊക്കെ പണ്ടേ അങ്ങനെ തന്നെ കേട്ടോ. ചെറുപ്പത്തിൽ മദ്രസ പഠിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് നബിദിനെന്ന് പറയുമ്പോൾ. നബിദിനെ വരിക എന്ന് പറയുമ്പോൾ എന്തെന്നറിയില്ല, വല്ലാത്തൊരു മനസ്സിക്കൊരു സന്തോഷം. അപ്പോൾ ഇപ്പോഴും ആ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ. കാരണം ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു, പിന്നെ ഈ കുട്ടികളുടെ നബിദിന റാലി, മൗലിദ് പാരായണം, ഇവിടെയൊക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എല്ലാ വർഷം പഴയ കാലം മുതൽ തന്നെ ഇവിടെയൊക്കെ മൗലിദ് പാരായണം നടത്താറുണ്ട്. അതായത് എൻ്റെ വല്യമ്മ ഉള്ള കാലത്ത് തന്നെ ഇവിടെ എല്ലാ പ്രാവശ്യവും ഇവിടെ നടത്താറുണ്ട്, എന്നും ചൊല്ലാറുണ്ട്. ഇപ്പോഴും പ്രായമായുള്ള വീട്ടിലൊക്കെ എല്ലാവരും ചൊല്ലാറുണ്ടാവുമല്ലോ. അങ്ങനെ നടത്തി വന്നതാണ്. അപ്പോൾ അതൊരു ഇപ്പോഴും അങ്ങനെ തന്നെ അത് തുടരുന്നുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ഈ ഇപ്രാവശ്യം റബീഉൽ അവ്വൽ 1 തന്നെ എൻ്റെ ബ്രദർ പോവൊക്കെ ആയതുകൊണ്ട് വേഗം ഫസ്റ്റ് തന്നെ നടത്തി, ചിലപ്പോൾ ലാസ്റ്റ് ആകാറുള്ളത്. എന്തൊക്കെ തന്നെയായാലും ഇതും നല്ലൊരു, നമുക്ക് മനസ്സിന് സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ. ഹബീബിൻ്റെ മദ്ഹ് പറയാന്ന് വെച്ചാൽ ഭയങ്കര ഒരു, എന്താ അറിയില്ല, ഭയങ്കര ഒരു ഇഷ്ടമാണത്. അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ ഉപ്പാനോട് 2 വാക്ക് ഉപ്പായോട് സംസാരിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചു. ഉപ്പാ ഭാഗത്താണ്. ഉപ്പാക്ക് പിന്നെ ചില കോഴിക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടേ അവർക്ക് തീറ്റ കൊടുക്കലും അതുപോലെ തന്നെ അവരെ മുട്ടെടുത്ത് വെക്കലും അങ്ങനെ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉപ്പാനെ കാണുന്നില്ല. കാണുകയാണെങ്കിൽ ഉപ്പാനോട് എന്തെങ്കിലും പറയിപ്പിക്കാൻ വിചാരിച്ചിരുന്നു. കാണുന്നില്ല കേട്ടോ. അപ്പോൾ ശരിക്കും ഇന്ന് റബീഉൽ അവ്വൽ 12 ആണല്ലോ. നല്ല മഴയുണ്ട്. പിന്നെ മഴ അത് കാരണം ഘോഷയാത്രയൊക്കെ നടക്കാൻ പ്രയാസമായിരിക്കുമല്ലോ അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ മക്കൾ മഴത്ത് ഓടിയതും കുട ചൂടിപ്പോയതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇന്ന് മഴയാണ്. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ അങ്ങനെ പറയാൻ പറ്റൂല കേട്ടോ. എന്തൊക്കെ തന്നെയായാലും നമ്മൾ റബീഉൽ അവ്വൽ 12 ആ ഒരു ദിവസത്തിലാണല്ലോ ഇപ്പോൾ നിൽക്കണത് അല്ലേ. അപ്പോൾ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കൊടുക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. ആമീൻ. അപ്പോൾ കോഴികൾക്കൊക്കെ തീറ്റ കൊടുത്ത് ഉപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. പോയി വെക്കുക. അപ്പോൾ അത് പത്രം കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴന്നെ ഇതാ ഈ പത്രത്തിലുള്ള ന്യൂസ് തന്നെ ഇതാ ഫസ്റ്റ് തന്നെ ഉള്ള ഇതാണ് കേട്ടോ. ഓക്കെ, നബിദിനത്തിന് കുട്ടികളൊക്കെ ഫ്ലവറൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നൊരു രംഗമാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. വായനക്കാർക്ക് നബിദിന തിരുവോണ ആശംസകൾ എഴുതിയിട്ടുണ്ട്. ഇന്ന് 2 കൂടിയാണല്ലോ അല്ലേ. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും മനോഹരമായൊരു ചിത്രം തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. മീലാദ് റാലി വളവന്നൂർ ബാക്കഫി യത്തീംഖാന സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന നബിദിന റാലി കുറച്ച് ചിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വരുന്നിട്ടാ 7 മണിക്കാണ് മൗലൂദുള്ളത്. മൗലൂദുണ്ട്. പള്ളിയിൽ 4 മണിക്ക് കഴിഞ്ഞ് വന്നതാണ്. പിന്നെ അപ്പോൾ നമുക്ക് നമ്മൾ 1976 നമുക്ക് സമ്മാനം കിട്ടിയ സ്കൂളിൽ ആർട്സിന് സമ്മാനം കിട്ടിയ ഒരു പാട്ടുണ്ടായിരുന്നു. 2 വരി നമ്മുടെ കുട്ടി ഫസീല മുഹമ്മദിൻ്റെ പാട്ടാണ്. 2 വരി നമ്മുടെ പാടാൻ പോവാണ്. എനിക്ക് ഒരു യൂറോപ്യൻ അന്ന് സമ്മാനം കിട്ടിയതാണ്. അന്നൊരു യൂറോപ്യൻ കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര അത്ഭുതമാണ് എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ 2 വരി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ആമിന ബീവിക്കോ മനമോനെ ആരിലും കനിയും ഇമ്പത്തേനെ ആലങ്ങൾക്കകയുള്ള റസൂലേ അതിയോൻ പുകഴ്ത്തുന്ന ഹബീബേ ആമിന ബീവിക്കോ മനമോനെ
ആരിലും കനിയും ഇമ്പത്തേനെ. ബാക്കി പാടാനുണ്ട്, പക്ഷെ ഇപ്പൊ ഓർമ്മയിൽ ഫുള്ള് വരികൾ കിട്ടുന്നില്ല. കിട്ടുന്നില്ല. പിന്നെ സമയമായി തുടങ്ങി മൗലിദിന് പോകാനുള്ള. ഓക്കെ. ഇനി നമുക്ക് മൗലിദിന്റെ ലൈവ് നിങ്ങൾക്ക് കാണിക്കുന്നതാണ് ഇൻഷാ അല്ലാ. ഓക്കെ. അസ്സലാമു അലൈക്കും. അങ്ങനെ ഉപ്പ അതാ മൗലിദിന് വേണ്ടി പോവാണ് കേട്ടോ. നോക്കട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ പള്ളിയിൽ മൗലിദ് നടക്കുകയാണല്ലോ. അപ്പോൾ എല്ലാവരെയും പെൺകുട്ടികൾക്ക് പോകാമല്ലോ, മദ്രസയിലാണല്ലോ, മദ്രസയിലേക്കാണ് പോകുന്നത്. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.